നമസ്കാരം. അടുത്തിടെ നടന്ന തെലങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് തൊട്ടു പിന്നാലെ അടിമുടി മാറ്റത്തിനൊരുങ്ങുകയാണ് BRS അഥവാ ഭാരത് രാഷ്ട്ര സമിതി എന്ന പാർട്ടി. നമുക്കറിയാം, ചന്ദ്രശേഖർ റാവുവിന്റെ നേതൃത്വത്തിലുള്ള ഈ പാർട്ടിയുടെ പഴയ പേര് തെലങ്കാന രാഷ്ട്ര സമിതി അഥവാ TRS എന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് തൊട്ടു പിന്നാലെ വീണ്ടും പേര് മാറ്റണം എന്നുള്ള ആവശ്യം പാർട്ടിയിലെ നേതാക്കളുടെയും കേഡറുകളുടെയും ഒക്കെ ഇടയിൽ നിന്നും ശക്തമായി തന്നെ ഉയർന്നു വരുന്നുണ്ട്. പഴയ പേരായ തെലങ്കാന രാഷ്ട്ര സമിതിയിലേക്ക് തിരികെ പോകണം എന്ന് തന്നെയാണ് ഇവർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. പാർട്ടി വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് നിരവധി പാർട്ടി പ്രവർത്തകർ BRSന്റെ വർക്കിംഗ് പ്രസിഡന്റും മുൻ മുഖ്യമന്ത്രിയായ K. ചന്ദ്രശേഖർ റാവുവിന്റെ മകനുമായ KT രാമറാവുവിനോട് തങ്ങളുടെ ഈ ഒരു അഭിപ്രായം പങ്കുവച്ചതായാണ് പറയപ്പെടുന്നത്. തെലങ്കാന എന്നുള്ള ആ പേര് പാർട്ടിയിൽ നിന്നും വെട്ടിമാറ്റിയതോടുകൂടി സംസ്ഥാനവുമായുള്ള ബന്ധം വിച്ഛേദിച്ചതായുള്ള ഒരു തോന്നൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടായി എന്നാണ് ഇവർ വിലയിരുത്തിയിരിക്കുന്നത്. എന്തായാലും ജനുവരി 3 മുതൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അനുബന്ധിച്ചുകൊണ്ട് മണ്ഡലാടിസ്ഥാനത്തിൽ അവിടെ വലിയ ചർച്ചകൾ യോഗങ്ങളൊക്കെ സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. ഇതിനു മുന്നോടിയായി തന്നെ പഴയ പേരിലേക്ക് തിരികെ വരാനാണ് വീണ്ടും BRS ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരിതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് ഒരു തോന്നലുണ്ടായി ഈ പാർട്ടിക്ക് ഇപ്പോൾ സംസ്ഥാനവുമായി വലിയ ബന്ധമില്ല എന്ന്. അത്തരത്തിലുള്ള ഒരു അകൽച്ചയാണ് ഈ പരാജയത്തിന് കാരണം എന്നാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമുക്ക് മറ്റൊരു കാര്യം കൂടി ചേർത്ത് വായിക്കാൻ പറ്റും. കാരണം കർണാടകയും തെലങ്കാനയും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ രാഷ്ട്രീയത്തിൽ പോലും കടുത്ത അന്ധവിശ്വാസമുണ്ട്. നമുക്കറിയാം, അവിടുത്തെ K. ചന്ദ്രശേഖർ റാവു പോലും ഫാം ഹൗസ് മുഖ്യമന്ത്രി എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ഫാം ഹൗസിൽ നടക്കുന്ന പൂജകൾക്കും ഹോമങ്ങൾക്കും ഒന്നും പരിധിയില്ല. ഒരുപക്ഷെ ഏതെങ്കിലും ഒരു ജോത്സ്യന്റെ നിർദ്ദേശപ്രകാരം അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള വിശ്വാസത്തിന് പുറത്താണോ ഇപ്പോൾ ഈ പേരുമാറ്റ ചർച്ചകൾ സംസ്ഥാനത്ത് വീണ്ടും സജീവമായിരിക്കുന്നത് എന്നുകൂടി ചർച്ചകളിൽ കൂടുതലായി ഉയർന്നു വരുന്നുണ്ട്. അങ്ങനെ പേരിൽ കാര്യമുണ്ട് എന്നുള്ള ഒരു ബോധ്യം ഒടുവിൽ BRSനും വന്നിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.